പൊതുഗതാഗത സംവിധാനമായ KSRTCയുടെ ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻ നേരിടുന്ന ചില പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിനാണ് രാവിലെ എരുമേലി പഞ്ചായത്തിൻ്റെ കോൺഫറൻസ് ഹാളിൽ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിൽ 2-3 തീരുമാനങ്ങൾ പ്രധാനമായും കൈക്കൊണ്ടു. ഒന്ന്, ഈ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് എന്നുള്ള നിലയിലും ആ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി KSRTC ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പാലാ സബ് കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിധി സ്റ്റേ ചെയ്യത്തക്ക നിലയിൽ ഒരു അപ്പീൽ അടിയന്തരമായി കൊടുക്കാനായിട്ട് KSRTCയെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിനാണെന്നിരിക്കെ ദേവസ്വം ബോർഡിനെ ബന്ധപ്പെടുത്താത്ത ഉള്ളൊരു വിധി വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ദേവസ്വം ബോർഡിനോട് കേസിൽ കക്ഷി ചേരാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു നിലയിലും ഈ എരുമേലി KSRTCയുടെ സ്ഥലം KSRTC ഇപ്പോൾ പ്രവർത്തിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ളതുമായ ഈ സ്ഥലം അന്യാധീനപ്പെടാനോ നഷ്ടപ്പെടാനോ അനുവദിക്കില്ല. അത് സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഭരണപരമായും നിയമപരമായും ഉള്ള നടപടികൾ സ്വീകരിക്കാനാണ് ആ യോഗം തീരുമാനിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സെൻറ്ററിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം അങ്ങേയറ്റം ശോച്യാവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബലപ്പെടുത്തി താൽക്കാലികമായിട്ടെങ്കിലും പ്രവർത്തനം തുടരാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാൻ നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേഷൻ ഓഫീസ് പരിശോധിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ 3 എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക നിർമ്മാണ എഞ്ചിനീയറിംഗ് ആയ PWD ബിൽഡിങ്സിൻ്റെ AXC ഉണ്ട്, ദേവസ്വം ബോർഡിൻ്റെ AE ഉണ്ട്, KSRTCയുടെ ഓവർസിയറുണ്ട്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് വിങ്ങിൽപ്പെട്ട ഈ 3 ഉദ്യോഗസ്ഥരും സംയുക്തമായി വളരെ വിശദമായി പരിശോധിച്ചിട്ട് അവരൊരേ സ്വരത്തിൽ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത് പുനരുദ്ധരിച്ച് പ്രവർത്തിക്കുക പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് അൺഫിറ്റായി ഇത് കെട്ടിടം ഡിമോളിഷ് ചെയ്ത് പുതിയ കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളത്. പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ കോടതി വിധിയുടെയും കൂടെ പശ്ചാത്തലത്തിൽ സങ്കീർണമായ പ്രതിസന്ധികളുണ്ട്. അത് പരിശോധിക്കുകയും ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയും വേണം. അത് രണ്ടാമത്തെ കാര്യം. അതിന് മുന്നോടിയായി തൽക്കാലത്തേന് ഈ ഓഫീസ് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാൻ നിശ്ചയിച്ചു. അതിനാദ്യം വേണ്ടത് അനുയോജ്യമായ ഒരു കെട്ടിടം, കഴിയുമെങ്കിൽ ഒരു പൊതുകെട്ടിടം, പൊതുവെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്, പഞ്ചായത്ത്, ദേവസ്വം ബോർഡ് അങ്ങനെ തുടങ്ങിയ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടം. അതാണ് കൂടുതൽ താരതമ്യേന കാര്യങ്ങൾ എളുപ്പമുണ്ട്. ഒരു ഔദ്യോഗിക ഇതോ അല്ല എങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും വാടകയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ സ്വകാര്യ സംവിധാനങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ KSRTCയുടെ സംവിധാനത്തെ ഇവിടെ ATO ശ്രീ അനിൽകുമാറുണ്ട്. ATO ചുമതലപ്പെടുത്തുന്നതിനൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളെ പഞ്ചായത്ത് കമ്മിറ്റിയായ പ്രസിഡന്റ് പഞ്ചായത്തിനെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ കൃഷ്ണകുമാറുണ്ട്. ഇവരെ ജനപ്രതിനിധികളെയും കൂടെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജനപ്രതിനിധികൾ KSRTCയും ചേർന്ന് അനുയോജ്യമായ കെട്ടിട സംവിധാനം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തന്നാൽ ആ നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്കും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും കത്ത് കൊടുത്തുകൊണ്ട് ഒരു ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത് ഒരു ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ അത് വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടുതരികയോ ഒക്കെ വേണം. ആ വിട്ടുതരണമെങ്കിൽ ഉന്നതതല തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ വിട്ടുതരുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചെലവുകളും അല്ലെങ്കിൽ വാടക കൊടുക്കേണ്ടി വന്നാൽ വാടക എങ്ങനെ കണ്ടെത്തും, ആര് പഠിക്കും, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒരു ഉന്നതതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ ഒരു കെട്ടിടം ഒരു ബദൽ നിർദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു ഉന്നതതല യോഗത്തിന് പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ യോഗം ചേർന്നിട്ട് കാര്യമില്ല. യോഗം ചേരുമ്പോൾ ചർച്ച ചെയ്യാൻ പാകത്തിൽ നമുക്ക് ചില നിർദ്ദേശങ്ങൾ വെക്കാൻ കഴിയും. ആ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് അനുയോജ്യമായ ഈ ഗ്രൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിൻ്റെ ഓപ്പറേഷൻ, പ്രത്യേകിച്ച് ശബരിമല സീസൺ ആസന്നമാവുക, ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഈ വർഷത്തെ സീസൺ ആരംഭിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സീസണിൽ നിരവധിയായ വാഹനങ്ങൾ പമ്പാ സർവീസുകൾ അടക്കം 24 മണിക്കൂറും ബസ് ഓപ്പറേഷൻ കേരളത്തിൻ്റെതായും സംസ്ഥാന അന്തർ സംസ്ഥാന റൂട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ പ്രവർത്തനത്തെ ഒരു വിധത്തിലും തടസ്സപ്പെടാത്ത അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസ് സംവിധാനം ഇതിന് അനുയോജ്യമായ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിക്കുന്നത് നടപടിയിലേക്ക് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗം വിളിക്കാൻ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാരെയും ഗതാഗത മന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും സമീപിക്കുവാനുമായിട്ടാണ് ഇവിടെ നിലവിൽ സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പരിശ്രമിക്കുന്നതിന്. അതുപോലെ ഇതൊരു ഡിപ്പോ ആയി നിലവിൽ ഓപ്പറേറ്റിംഗ് സെൻറ്റർ മാത്രമാണ്. ഇതിൻ്റെ പദവി ഉയർത്തി അപ്ഗ്രേഡ് ചെയ്ത് ഡിപ്പോ ആക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ശ്രമിക്കാൻ ഈ യോഗത്തിൽ ഒരു ധാരണയായി. ഒന്നാമത് ഇടയ്ക്ക് ബെൽറ്റ് ഇല്ല, ഇടയ്ക്ക് ബെൽറ്റ് ഇല്ല. 4 വർഷത്തിലായല്ലേ ആദ്യത്തെ ഇടിഞ്ഞത് അപ്പുറത്തെ